കളക്ഷൻസ് എല്ലാം കൂടെ 10-15 ലക്ഷം രൂപയുടെ മുതൽ കയ്യിലൂടെ വന്ന് പോയിട്ടുണ്ട് അല്ലേ? എനിക്ക് ഫസ്റ്റ് ഒരു മോഡിഫൈഡ് കാർ ഉണ്ടായിരുന്നു. ഞാനത് വിറ്റിട്ടാണ് എന്റെ ഫസ്റ്റ് കാർ ഞാൻ വാങ്ങുന്നത്. വീട്ടിൽ ആദ്യം ഈ പറഞ്ഞ പോലെ ഭയങ്കര സീനായിരുന്നു. ഇത്രയും കാശ് മുടക്കി ഇതിലൊക്കെ മേടിക്കുമ്പോഴത്തേക്കും പുതിയ കാർ കൊണ്ടുവരുമ്പോൾ അമ്മേന്റെ മുഖമൊക്കെ സീനായിരിക്കും. എനിക്ക് കിട്ടുന്ന കംപ്ലീറ്റ് ഇൻകം ഇതിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പോ ഇതിൽ നിന്ന് നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് അറിയുമ്പോഴത്തേക്കും ഒരു സന്തോഷം. സസ്പെൻഷൻ നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. നമുക്ക് ഹൈറ്റ് ചെയ്യാനും കുറയ്ക്കാനൊക്കെ പറ്റും. നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട്. ഏറ്റവും അഗ്രസീവായ വണ്ടി ഇവനാണ്. ഇതിപ്പോ സ്പീഡ് 1, സ്പീഡ് 2, സ്പീഡ് 3 ഉണ്ട്. സ്പീഡ് 1-ല് 50% ആയിരിക്കും പവർ. ടോവിനോ തോമസിന്റെ അടുത്ത് പോയിട്ടുണ്ട്. പ്രാവശ്യം വീഡിയോ കണ്ടപ്പോഴത്തേക്കും ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മളത് ഒരു വണ്ടി കൊണ്ടുപോയി കാണിച്ചായിരുന്നു. പിന്നെ അർജുൻ അശോകൻ പുള്ളി വിളിക്കാറും മെസ്സേജ് അയക്കാറൊക്കെ ഉണ്ട്. പുള്ളിക്ക് ഇത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി ഹോബീസ്. ഇതൊരു 4 കിലോ വെയിറ്റ് വരെ വലിച്ചെടുക്കും. അതായത് റിയൽ വണ്ടികളിൽ ഇരിക്കുന്ന എന്തൊക്കെ പാർട്സ് ആണോ, സസ്പെൻഷൻ കാര്യങ്ങളെല്ലാം റിയൽ വണ്ടി ഓയിൽ ചേഞ്ച് ചെയ്യുന്ന പോലെ നമ്മൾ ഇതിന്റെ സസ്പെൻഷന്റെ ഓയിൽ ചേഞ്ച് ചെയ്യേണ്ടി വരും, ഗിയേഴ്സ് റെഡിയാക്കേണ്ടി വരും. ട്രൈ ചെയ്യുന്നു. ഈ മാനുവൽ ആണെങ്കിൽ എനിക്ക് അറിയില്ല, ഓട്ടോമാറ്റിക് ആയിരുന്നു ഞാൻ ശ്രമിച്ചത്. നമ്മൾ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഭൂമിയിലും വളരെ രസകരമായ കുറച്ച് ആൾക്കാരൊക്കെ നിരന്നിരിക്കുന്നുണ്ട്. ഇയാളുടെ പേരെന്താ? ഇത് ആർമ ബ്രാൻഡിന്റെ ഔട്ട്കാസ്റ്റ് എന്ന് പറയും. ഔട്ട്കാസ്റ്റ് 8S എന്ന് പറഞ്ഞ മോഡലാണ്. എത്ര രൂപ വരും? ഇതൊരു 1.3 lakh വിത്ത് ഫുൾ സെറ്റപ്പ്. അത് നമ്മൾ മറ്റേ എയർപോർട്ടിൽ വരുമ്പോഴത്തേക്ക് അതിന്റെ ഡ്യൂട്ടി ചാർജും കാര്യങ്ങളൊക്കെ അനുസരിച്ച് ചിലപ്പോൾ മാറും, ചിലപ്പോൾ കൂടും. ആണ് ഇതിനെല്ലാം കൂടെ ഡ്യൂട്ടി ചാർജും എല്ലാം കൂടെ എത്ര രൂപ? ഇപ്പൊ നമുക്ക് ചെലവായിരിക്കുന്നത് 1.3 ആണ്. 1.3 ബാറ്ററി അടക്കം. ഓക്കെ. ഇത് വന്നാലോ? ഇത് അറൌണ്ട് 1 lakh. 1 lakh ബാറ്ററി അടക്കം. ഇത് ഈ ഡിഫൻഡറിലേക്ക് വന്നാൽ? ഇത് ഡിഫൻഡർ സ്റ്റോക്ക് കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു 65,000 രൂപ കിട്ടും. നമ്മളിത് എടുത്തിട്ട് ഇതിനകത്ത് കുറച്ച് മോഡിഫിക്കേഷൻസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 25,000 മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അതായത് മൊത്തം വന്നു കഴിഞ്ഞാൽ ഒരു 100-100 രൂപയായി ഇതിനൊന്ന് ചുരുക്കം. അത്രയും ഒരു ബഡ്ജറ്റ് ആയിട്ടുണ്ട്. ഈ മസ്താങ്ങിന് ഇത് നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. സ്റ്റോക്ക് കണ്ടീഷൻ ആ കമ്പനിയിൽ എങ്ങനെ വരുന്നോ അങ്ങനെ തന്നെ കീപ്പ് ചെയ്തിരിക്കുന്ന ഒരു മുതലാണ്. ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ആൾക്കാർക്കുള്ള ഏറ്റവും വലിയ ഡൗട്ട് എന്ന് പറയുന്നത് ഇതൊക്കെ എവിടെ നിന്നാണ് കൊണ്ടുവരുന്നതെന്നുണ്ടാവില്ലേ? അതെ, ഇതൊക്കെ എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്? ഇത് നമ്മള് എല്ലാം പുറത്ത് കൺട്രി, US, തായ്വാൻ, ദുബായ്, കുവൈറ്റ് അങ്ങനെയുള്ള കൺട്രീസ് കൊണ്ടുവരുന്നത്. കാരണം അവിടെയാണ് ഈ ഹോബീസ് ഒക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ ഇവിടെ മാത്രമുള്ള ചെറിയ ആൾക്കാർ, പയ്യന്മാരൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. അവിടെ ഈ 60 വയസ്സുള്ള ആൾക്കാരും 45 വയസ്സുള്ള ആൾക്കാരൊക്കെ കൂടുതൽ ചെയ്യുന്ന ഇതോ. ആണോ? ഇതെന്താ നമ്മൾ ഇതിനെയൊക്കെ എന്താ വിളിക്കുക? ടോയ് എന്നാണോ വിളിക്കുക? ഇല്ല, ഇത് ടോയ് ഗ്രേഡിന്റെ നെക്സ്റ്റ് വേർഷൻ ഹോബി ഗ്രേഡ് എന്ന് പറയും. അതായത് റിയൽ വണ്ടികളിൽ ഇരിക്കുന്ന എന്തൊക്കെ പാർട്സ് ആണോ, സസ്പെൻഷൻ കാര്യങ്ങളെല്ലാം റിയൽ വണ്ടി ഓയിൽ ചേഞ്ച് ചെയ്യുന്ന പോലെ നമ്മൾ ഇതിന്റെ സസ്പെൻഷന്റെ ഓയിൽ ചേഞ്ച് ചെയ്യേണ്ടി വരും, ഗിയേഴ്സ് റെഡിയാക്കേണ്ടി വരും.